ഇന്ന് നമ്മൾ ബയോളജി ചാപ്റ്റർ 2 ക്ലാസ് 9 രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ആഹാരം അന്നപഥത്തിൽ നിന്ന ചാപ്റ്റർ ഒരല്പം ലെങ്ത്താണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളാട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മളോട് പറയണത് എന്താണ്? ആഹാരത്തിലൂടെയാണല്ലോ നമ്മളെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളെന്ന് ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ധാന്യമുണ്ട്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം എന്നിവയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകം. ഈ പോഷക ഘടകങ്ങൾക്കെല്ലാം ഓരോ ധർമ്മങ്ങളുണ്ട്. ഈ ധാന്യം, കൊഴുപ്പും നമ്മളെ എന്താണ് പറയുന്നത്, ഊർജ്ജദായക ഘടകങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് ധാന്യവും കൊഴുപ്പും. കാരണം അവർ ഊർജ്ജം നൽകുന്നു, ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നവയാണ് ധാന്യവും കൊഴുപ്പും. പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻ. ധാതുക്കൾ വിവിധ ജീവിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. വിറ്റാമിനുകളും വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, നിയന്ത്രിക്കുക ചെയ്യപ്പെടുന്നത് വിറ്റാമിനുകളാണ്. ഈ ജലം ശരീരതാപം നിയന്ത്രിക്കുന്നു, പ്രവർത്തനങ്ങളെ ഒരു ചിട്ടയായ പ്രവർത്തനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ജലമാണ്. അപ്പോൾ ജലം എന്ന് പറയുന്നത് നമുക്കറിയാം 65 മുതൽ 70% വരെ നമ്മുടെ ശരീരത്തിൽ ജലമാണ് അല്ലേ. അപ്പോൾ ശരീര പ്രവർത്തനത്തിന് ചിട്ടയായ പ്രവർത്തനത്തിനൊക്കെ ജലം സഹായിക്കുന്നുണ്ട്. ഇനി നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ഡൈജഷൻ. ഡൈജഷൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ സങ്കീർണമാണ്. ആ ഭക്ഷണങ്ങൾ നമുക്ക് അതുപോലെ നമ്മുടെ ശരീരത്തിന് അബ്സോർവ് അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയില്ല. അതിനെ ലഘുഘടകങ്ങളാക്കി മാറ്റുക. ലഘുഘടകങ്ങളാക്കി മാറ്റുക അമിനോ ആസിഡും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ആക്കി മാറ്റിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അത് അബ്സോർബ് ചെയ്യാൻ സാധിക്കൂ. അപ്പം അങ്ങനെ ആക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. ഈ ദഹനം എന്ന ദഹന വ്യവസ്ഥയാണ്. നമ്മൾ ദഹനം അതിന് നമ്മൾ ദഹന വ്യവസ്ഥയിലൂടെയാണ് പല ഭാഗങ്ങളിലൂടെയാണ് നടക്കുന്നത്. ആ ഭാഗങ്ങൾ ഏതാണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഗം വായ, പിന്നെ അന്നനാളം വഴി ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക്, വൻകുടൽ മതി മലാശയം വഴി പുറത്തേക്ക്. ഇതാണ് അതിൻ്റെ ഒരു ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം എവിടേക്ക്? വായയിലേക്ക്. ആഹാരം വായ്ക്കുള്ളിലെത്തിയില്ലേ. ഈ വായ്ക്കുള്ളിലെത്തിയ ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നു? ആഹാരം നന്നായി ചവച്ചരയ്ക്കുന്നത് അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. വായിലുള്ള പല്ലുകൾക്ക് ആഹാരം നന്നായി ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയും ക്രമീകരണവും ആണുള്ളത്. അപ്പോൾ നമ്മുടെ വായിൽ എത്ര തരം പല്ലുകളുണ്ട്? കുട്ടികളാണെങ്കിൽ എന്ത് പല്ലാന്നാ പറയാ? പാൽപ്പല്ലുകളാണ് അല്ലേ കുട്ടികൾക്ക്. 20 പാൽപ്പല്ലുകളാണ് കുട്ടികൾക്കുള്ളത്. പിന്നെ പോയി വരുന്ന പല്ലുകളെ നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് പറയും. സ്ഥിരദന്തങ്ങൾ നമുക്ക് 32 എണ്ണമാണ് ഉള്ളത് അല്ലേ. സ്ഥിരദന്തങ്ങൾ 32 എണ്ണം. അപ്പം ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു മുതിർന്ന ഒരാളുടെ വായ്ക്കുള്ളിലെ പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 32 എണ്ണമാണ്. ഇനി ഈ 32 പല്ലുകളെയും നമ്മൾ വിവിധ കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉളിപ്പല്ലുകൾ, കോമ്പല്ലുകൾ, ചർവണകം. ഇവയ്ക്കെല്ലാം ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. ഉളിപ്പല്ല് എന്ത് ചെയ്യുന്നു? ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഒരു ഭക്ഷണ പദാർത്ഥത്തെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലുകളാണ്. കോമ്പല്ല് എന്ത് ചെയ്യുന്നു? കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് ഉപയോഗിച്ചാണ് നമ്മൾ കടിച്ചു കീറുന്നത്. അഗ്രചർവണം ഉപയോഗിച്ച് ചവച്ചരയ്ക്കുന്നു. ചർവണകം ഉപയോഗിച്ച് നമ്മൾ ചവച്ചരയ്ക്കുന്നു. അതിൽ ഉളിപ്പല്ല് എത്ര ഉണ്ട് നമ്മുടെ വായ്ക്കുള്ളിൽ? 8 എണ്ണം അല്ലേ. 8 ഉളിപ്പല്ലുകളാണുള്ളത്. കോമ്പല്ലുകൾ 4 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12 എണ്ണം. അങ്ങനെ 32 പല്ലുകളാണ് നമുക്കുള്ളത്. ഈ പല്ലുകളെല്ലാം നമുക്ക് കാണുമ്പോൾ നമുക്ക് കോമ്പല്ലും ഉളിപ്പല്ലും അഗ്രചർവണകമൊന്നും ഒരുപോലെയല്ല അല്ലേ കാണാൻ. അവയുടെ ഫങ്ഷൻസും ഒരുപോലെയല്ല. കാണുന്നതിനും അവയുടെ ഫങ്ഷൻസ് ഒക്കെ വ്യത്യാസമാണ്. പക്ഷേ ഇവർ തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഇവർ തമ്മിൽ കുറച്ച് സമാനതകളുണ്ട്. എന്തൊക്കെയാണ് ആ സമാനതകൾ എന്നാണ് ഈ പിക്ചറിൽ കാണുന്നത്. നമുക്ക് കോമ്പല്ല് കൊടുത്തിട്ടുണ്ട്, ചർവണകം കൊടുത്തിട്ടുണ്ട്. ഈ പല്ലുകൾക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ദന്തമകുടം, ദന്തഗണം,
ദന്തമൂലം, അങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളിൽ ഇനാമിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഇനാമിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പല്ല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വൈറ്റ് കളറിലാണ് കാണുന്നത്. ഈ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത്. വെള്ള നിറമാണ്, കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ്. അപ്പം നമുക്ക് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേ, മനുഷ്യ ശരീരത്തിലെ കടുപ്പമേറിയ ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് ഇനാമിൽ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് എന്താണ്? നിർജീവമാണ്. എന്താണ്? നിർജീവമാണ്. അടുത്തതാണ് ഡെൻഡൈൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൽ. എന്താ? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡെൻഡൈൽ എന്ന് പറയുന്നു. ഇനി പൾപ്പ്. പൾപ്പ് എന്ന് പറഞ്ഞാൽ പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജനകല, അതായത് രക്തക്കുഴലുകളും ലിംഫവാഹികളും നാഡിതന്തുക്കളൊക്കെ ഇതിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തതാണ് സിമൻറ്റം. സിമൻറ്റം എന്ന് പറഞ്ഞാൽ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജനകലയെ നമ്മൾ സിമൻറ്റം എന്ന് പറയുന്നു. നമുക്ക് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ കെട്ടിടം ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഉറപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ മോണയിൽ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നത്, പല്ല് ഇളകി ഇങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, ഇളകി കളിക്കാതെ അതിങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? സിമൻറ്റമാണ്. ഈ സിമൻറ്റം കാൽസ്യം അടങ്ങിയ യോജനകലയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, സിമൻറ്റത്തിൽ കാൽസ്യം അടങ്ങിയ യോജനകല കാണപ്പെടുന്നു. ശരിയോ തെറ്റൊക്കെ ചോദിച്ചാൽ ശരിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഭാഗങ്ങൾ? ഇനാമിൽ, ഡെൻഡൈൽ, പൾപ്പ്, സിമൻറ്റ്. ഇതാണ് സമാനതകൾ. ഈ പല്ലുകൾക്ക് ഉള്ള സമാനതകൾ അടങ്ങിയ ഭാഗങ്ങളാണ് ഇനാമലും ഡെൻഡൈലും പൾപ്പും സിമൻറ്റും. ഇനി നമുക്കറിയാം പല്ല് പല്ല് നമ്മൾ ചവച്ചരയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. വായ്ക്കുള്ളിൽ പല്ല് മാത്രമാണുള്ളത്? അല്ല, നാക്ക് കൂടിയുണ്ട് അല്ലേ. ഈ നാക്ക് അപ്പോൾ ഇനി അടുത്തത് ശരീരത്തിലെ ആസിഡ് ഫാക്ടറിനെ കുറിച്ചാട്ടോ പറയുന്നത്. ആമാശയ ഭിത്തിയിലെ ഓക്സിറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആരാണ്? ആമാശയ ഭിത്തിയിലെ ഓക്സിറ്റിക് കോശങ്ങളാണ്. അതിൻ്റെ pH മൂല്യം എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വരെയാണ്. അപ്പോൾ 1 മുതൽ 3 വരെ എന്ന് പറഞ്ഞാൽ ആസിഡുകളാണ് അല്ലേ. 1 മുതൽ 3 വരെയാണ് അതിൻ്റെ pH മൂല്യം. ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഈ ആസിഡ് എന്തുകൊണ്ട് ആമാശയഭിത്തിയെ തകർക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്നറിയാം, നമ്മളറിയാം 1, 2 എന്നൊക്കെ പറയുമ്പോഴേക്കിനും ആസിഡിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മുടെ ആമാശയഭിത്തിയെ എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. ആമാശയഭിത്തിയെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്ത് ആരോ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അതിന് ആസിഡൊന്നും ഏൽക്കാത്തത്. അപ്പോൾ അതിനാരാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണ് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു കലയിലെ സവിശേഷ കോശങ്ങൾ, അപ്പോൾ നമ്മളറിയാം നമ്മുടെ ആമാശയഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ എന്ത് സ്രവിക്കുന്നുണ്ട്? ശ്ലേഷ്മവും ബൈകാർബണേറ്റും സ്രവിക്കുന്നുണ്ട്. ഈ ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണ് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത്. ശ്ലേഷ്മ ആമാശയഭിത്തിയുടെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിനെ നിർത്തുന്നു. ചെറുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ശ്ലേഷ്മ ആമാശയത്തിൻ്റെ ഉൾഭാഗത്ത് ആവരണം ചെയ്ത് ആസിഡിനെ ചെറുക്കുന്നു. ഈ ചെറുത്ത് നിർത്തിയിരിക്കുന്ന ആസിഡിനെ ക്ഷാരമായ ബൈകാർബണേറ്റ് എന്ത് ചെയ്യും? നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷാരമായ ബൈകാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കുന്നു. അപ്പോൾ ശ്ലേഷ്മം അതിനെ തടഞ്ഞു നിർത്തുകയും ബൈകാർബണേറ്റ് അതിനെ എന്ത് ചെയ്യുന്നു? നിർവീര്യമാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ചിരലിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമാകുമ്പോൾ സംരക്ഷണ സംവിധാനം പരാജയപ്പെടുകയും അസിഡിറ്റി ഒരു ആരോഗ്യ പ്രശ്നമാവുകയും ചെയ്യും. അപ്പം നമുക്കറിയാം അസിഡിറ്റി കൂടുതലാന്ന് പറയും ചിലരില്ലേ. അപ്പോൾ ഈ സംരക്ഷണ ക്രമം, ഈ ഒരു സംരക്ഷണം എന്ത് ചെയ്യാണ്? അവിടെ അവിടെ എന്താണ്? പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുമൂലമാണ് അസിഡിറ്റി കൂടുന്നത്. ഈ അസിഡിറ്റി പിന്നീട് എന്തായും ആമാശയ വ്രണമൊക്കെ വരാൻ കാരണമാകും. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നതെന്നും ആരൊക്കെയാണ് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നതെന്നും എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നും ഒക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ആഹാരം എവിടേക്കാണ് പോണത്? നേരെ ചെറുകുടലിലേക്കാണ് അല്ലേ. അപ്പോൾ ആമാശയ രസമൊക്കെ കൂടി നമ്മുടെ ആഹാര പദാർത്ഥത്തെ എന്താണ് ദഹിപ്പിച്ച് വരികയാണ്. അങ്ങനെ ആ പകുതി വരെ ദഹിപ്പിച്ച ആഹാരം ചെറുകുടലിലേക്ക് എത്തി. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. മനുഷ്യൻ്റെ ചെറുകുടലിന് എത്ര മീറ്റർ വരെ നീളമുണ്ട്? 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്.
ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റിവളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. ചെറുകുടൽ ഇങ്ങനെ നീണ്ട 5 മീറ്റർ നീണ്ടിട്ടാണോ കിടക്കുന്നത്? അല്ല, അതിങ്ങനെ ചുറ്റിവളഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ഭക്ഷണത്തിൻ്റെ ഫ്ലോ, അതായത് ഭക്ഷണം വളരെ പതുക്കെ മാത്രമേ അതിലൂടെ സാവധാനം മാത്രമേ നീങ്ങുള്ളൂ, പതുക്കെയാണ് അതിൽ കൂടെ പോവുള്ളൂ അല്ലേ. കാരണം ഇതിങ്ങനെ ചുരുണ്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഭക്ഷണത്തിന് അതിവേഗം നീങ്ങാൻ പറ്റില്ല, പതുക്കെ മാത്രമേ, സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ. ഇനി നമുക്കറിയാം, ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. എന്താണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണെന്നുള്ള ചോദ്യമുണ്ട്, അത് ചെറുകുടലിലാണ്. ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളെ പൂർത്തിയാക്കുകയും ആഗിരണം തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് PSC ക്വസ്റ്റ്യൻ ആണ്, അതും ചെറുകുടലിലാണ്. കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ എവിടേക്കാണ് വരുന്നത്? പക്വാശയത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം ഏതാണ്? പക്വാശയമാണ്. ഈ പക്വാശയത്തിലേക്കാണ് ഈ ഭക്ഷണം കിടക്കുന്നത്. എവിടേക്ക്? ഈ പക്വാശയത്തിലേക്ക് കരളും ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി വന്നു അല്ലേ, കരളും ആഗ്നേയഗ്രന്ഥിയും. ഈ കരളും ആഗ്നേയഗ്രന്ഥികൾ നേരിട്ടല്ല, അവർ ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങളില്ലേ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസങ്ങളുണ്ട്. ഇവയെല്ലാം കൂടി ഒരു പൊതുകുഴലിലൂടെ എവിടേക്ക് വരും? പക്വാശയത്തിലേക്ക് വരും അല്ലേ, ചേരുന്നു. ഈ എൻസൈമുകൾ ബാഹ്യമായി ദഹിച്ച ആഹാരഘടനയിൽ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. അതൊന്നും കൂടി ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എന്തൊക്കെയാണ് കരൾ ആഗ്നേയഗ്രന്ഥി എന്നൊക്കെ അറിയില്ലേ. കരളും ആഗ്നേയഗ്രന്ഥി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എന്തില്ല? എൻസൈം ഇല്ല. PYQ ക്വസ്റ്റ്യൻ ആണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എന്തില്ല? എൻസൈം ഇല്ല. പിന്നെന്താണ്, എന്താ ചെയ്യുന്നത് ഈ പിത്തരസം? കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തിനെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തിന് സഹായിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ കണ്ടു ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാം കൂടി അതിൽ പ്രവർത്തിച്ച് അതൊരു ആസിഡിക് സ്വഭാവമുള്ളതായിരുന്നു അല്ലേ നമ്മുടെ ഭക്ഷണം. ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം അതിലെന്ത് ചെയ്യുന്നു? ക്ഷാരഗുണമുള്ളതാക്കുകയും ക്ഷാരഗുണം, കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം എവിടെ സൂക്ഷിക്കുന്നു? പിത്താശയത്തിൽ സംഭരിക്കുന്നു. ഇനി നമുക്കറിയാം ആഗ്നേയഗ്രന്ഥിയും ഉണ്ട്. കരൾ മാത്രമല്ല, ആഗ്നേയഗ്രന്ഥിയും എന്തുൽപ്പാദിപ്പിക്കുന്നു? രസം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. എന്ത് രസമാണ്? ആഗ്നേയരസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും ദഹനപ്രക്രിയയ്ക്ക് അതിൻ്റെ പങ്കെന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. ഇനി നമ്മുടെ ആഗ്നേയരസങ്ങളാണ്. ഇനി 3 തരം ആഗ്നേയരസങ്ങളുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്സിനും പാൻക്രിയാറ്റിക് ലിപ്പേഴ്സും. അതിൽ അന്നജത്തെ പാൻക്രിയാറ്റിക് അമിലേസ് എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. എന്തൊക്കെയാണ്? അന്നജത്തെ പാൻക്രിയാറ്റിക് അമിലേസ് മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പ്രോട്ടീനെ ട്രിപ്സിൻ എന്താക്കി? പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. കൊഴുപ്പ് പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്, ഞാൻ പറഞ്ഞു ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൊഴുപ്പിനെ എന്താക്കുന്നു? പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോഴത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാൾട്ടോസും പെപ്റ്റൈഡും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നു? പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുന്നു. അപ്പോൾ പക്വാശയത്തിലെ ആഗ്നേയരസവും പിത്തരസവും ഒക്കെ കൂടി ചേർന്ന് ദഹനത്തിൻ്റെ ആക്കം കൂട്ടുകയും ആ ഭക്ഷണ പദാർത്ഥം പക്വാശയത്തിൽ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ? ചെറുകുടലിലെ ഗ്രന്ഥികൾ ഈ പക്വാശയത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്തരരസവുമായി അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡൈജഷൻ നമ്മുടെ വൻകുടലിൽ വെച്ച് കംപ്ലീറ്റ് ആയി നമ്മുടെ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ ഇനി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ് കാണാം. താങ്ക്